നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ക്രൈം ഡ്രാമ ബസൂക്കയുടെ ചിത്രീകരണം മമ്മൂട്ടി ആരംഭിച്ചു. സരേഗാമ ഇന്ത്യൻ ലിമിറ്റഡിന്റെ ഫിലിം സ്റ്റുഡിയോ വിഭാഗമായ യൂഡ്ലി ഫിലിംസ് ആണ് ബസൂക്ക നിർമ്മിക്കുന്നത്. തിയേറ്റർ ഓഫ് ഡ്രീംസ് ആണ് സഹനിർമ്മാണം. തെന്നിന്ത്യൻ താരം മമ്മൂട്ടി തന്റെ വരാനിരിക്കുന്ന ചിത്രമായ ബസൂക്കയുടെ ഷൂട്ടിംഗ് ബുധനാഴ്ച കേരളത്തിലെ എറണാകുളത്ത് ആരംഭിച്ചതായി നിർമ്മാതാക്കൾ ബുധനാഴ്ച അറിയിച്ചു. മലയാളം ഭാഷയിലുള്ള ക്രൈം ഡ്രാമ സംവിധാനം ചെയ്യുന്നത് മുതിർന്ന തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസിന്റെ മകനും നവാഗത സംവിധായകനുമായ ഡീനോ ഡെന്നീസ് ആണ്. കട്ടികൂടിയ തിരക്കഥയും നല്ല വൃത്താകൃതിയിലുള്ള കഥാപാത്രങ്ങളുമുള്ള ബസൂക്കയിലേക്ക് തൽക്ഷണം ആകർഷിക്കപ്പെട്ടുവെന്ന് മമ്മൂട്ടി പറഞ്ഞു. നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുകയും നിങ്ങളുടെ താല്പര്യം ഉടനടി പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ബസൂക്ക ഒരു ആക്ഷൻ ചിത്രമാണ്, എന്നാൽ അത് ബുദ്ധിയുടെ ഒരു ഗെയിം കൂടിയാണ്. കൂടാതെ ശക്തമായി നന്നായി ചിത്രീകരിച്ച കഥാപാത്രങ്ങളുമുണ്ട്. ചിത്രീകരണ പ്രക്രിയയ്ക്കായി ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം എൻ്റെ കഥാപാത്രം എന്നെ വളരെ രസകരമായ ഒരു യാത്രയിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം, 71കാരനായ നടൻ പ്രസ്താവനയിൽ പറഞ്ഞു. സ്ക്രീൻ വിഗ്രഹത്തിനൊപ്പം പ്രവർത്തിക്കാൻ താൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നതിനാൽ ഇത് തനിക്കൊരു സ്വപ്ന സാക്ഷാത്കാര നിമിഷമാണെന്ന് ഡെന്നീസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉയരവും അനുഭവമുള്ള ഒരാളെ നയിക്കുക എന്നത് ഒരു ജീവിതകാലത്തിന്റെ പദവിയായതിനാൽ എനിക്ക് ആവേശം തോന്നുന്നു. മമ്മൂട്ടി സാറും അദ്ദേഹത്തിന്റെ ആരാധകരും ഒരു സിനിമാ നാഴികക്കല്ലിൽ കുറഞ്ഞതൊന്നും അർഹിക്കുന്നില്ല എന്നതിനാൽ കാലങ്ങളായി സിനിമാ മാജിക്കും ഒരു സിനിമയും സൃഷ്ടിക്കാൻ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു, സംവിധായകൻ പറഞ്ഞു. ചലച്ചിത്ര നിർമ്മാതാവും നടനുമായ ഗൗതം മേനോൻ നായകനാകുന്ന ബസൂക്ക കൊച്ചിയിലും ബംഗളൂരുവിലും ചിത്രീകരിക്കും. നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ക്രൈം ഡ്രാമ ബസൂക്കയുടെ ചിത്രീകരണം മമ്മൂട്ടി ആരംഭിച്ചു. സരേഗാമ ഇന്ത്യൻ ലിമിറ്റഡിന്റെ ഫിലിം സ്റ്റുഡിയോ വിഭാഗമായ യൂഡ്ലി ഫിലിംസ് ആണ് ബസൂക്ക നിർമ്മിക്കുന്നത്. തിയേറ്റർ ഓഫ് ഡ്രീംസ് ആണ് സഹനിർമ്മാണം. തെന്നിന്ത്യൻ താരം മമ്മൂട്ടി തന്റെ വരാനിരിക്കുന്ന ചിത്രമായ ബസൂക്കയുടെ ഷൂട്ടിംഗ് ബുധനാഴ്ച കേരളത്തിലെ എറണാകുളത്ത് ആരംഭിച്ചതായി നിർമ്മാതാക്കൾ ബുധനാഴ്ച അറിയിച്ചു. മലയാളം ഭാഷയിലുള്ള ക്രൈം ഡ്രാമ സംവിധാനം ചെയ്യുന്നത് മുതിർന്ന തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസിന്റെ മകനും നവാഗത സംവിധായകനുമായ ഡീനോ ഡെന്നീസ് ആണ്. കട്ടികൂടിയ തിരക്കഥയും നല്ല വൃത്താകൃതിയിലുള്ള കഥാപാത്രങ്ങളുമുള്ള ബസൂക്കയിലേക്ക് തൽക്ഷണം ആകർഷിക്കപ്പെട്ടുവെന്ന് മമ്മൂട്ടി പറഞ്ഞു. നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുകയും നിങ്ങളുടെ താല്പര്യം ഉടനടി പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ബസൂക്ക ഒരു ആക്ഷൻ ചിത്രമാണ്, എന്നാൽ അത് ബുദ്ധിയുടെ ഒരു ഗെയിം കൂടിയാണ്. കൂടാതെ ശക്തമായി നന്നായി ചിത്രീകരിച്ച കഥാപാത്രങ്ങളുമുണ്ട്. ചിത്രീകരണ പ്രക്രിയയ്ക്കായി ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം എൻ്റെ കഥാപാത്രം എന്നെ വളരെ രസകരമായ ഒരു യാത്രയിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം, 71കാരനായ നടൻ പ്രസ്താവനയിൽ പറഞ്ഞു. സ്ക്രീൻ വിഗ്രഹത്തിനൊപ്പം പ്രവർത്തിക്കാൻ താൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നതിനാൽ ഇത് തനിക്കൊരു സ്വപ്ന സാക്ഷാത്കാര നിമിഷമാണെന്ന് ഡെന്നീസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉയരവും അനുഭവമുള്ള ഒരാളെ നയിക്കുക എന്നത് ഒരു ജീവിതകാലത്തിന്റെ പദവിയായതിനാൽ എനിക്ക് ആവേശം തോന്നുന്നു. മമ്മൂട്ടി സാറും അദ്ദേഹത്തിന്റെ ആരാധകരും ഒരു സിനിമാ നാഴികക്കല്ലിൽ കുറഞ്ഞതൊന്നും അർഹിക്കുന്നില്ല എന്നതിനാൽ കാലങ്ങളായി സിനിമാ മാജിക്കും ഒരു സിനിമയും സൃഷ്ടിക്കാൻ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു, സംവിധായകൻ പറഞ്ഞു. ചലച്ചിത്ര നിർമ്മാതാവും നടനുമായ ഗൗതം മേനോൻ നായകനാകുന്ന ബസൂക്ക കൊച്ചിയിലും ബംഗളൂരുവിലും ചിത്രീകരിക്കും. നമ്മൾ ചെയ്യാത്ത റോളുകളൊന്നുമില്ല ബായ്. മമ്മൂട്ടിയുടെ ബസൂക്ക ടീസർ എത്തി. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡീനോ ഡെന്നിസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ബസൂക്കയുടെ ടീസർ പുറത്ത്. മമ്മൂട്ടിയുടെ കിടിലൻ ലുക്കും മാസ് ഡയലോഗുകളുമാണ് ടീസറിന്റെ ഹൈലൈറ്റ്. ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ മേനോനും ടീസറിൽ നിറഞ്ഞു നിൽക്കുന്നു. പുറത്തിറങ്ങി മിനിറ്റുകൾക്കകം തന്നെ ടീസർ ആരാധക ഹൃദയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരു ബിഗ് ബഡ്ജറ്റ് ഗെയിം ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രമാണ് ബസൂക്ക. സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനൂവി അബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസും ചേർന്ന് ചിത്രം നിർമ്മിക്കുന്നു. കാപ്പ, അന്യോ ഷിപ്പിംഗ് കണ്ടെത്തും എന്നിവയ്ക്ക് ശേഷം തിയേറ്റർ ഓഫ് ഡ്രീംസ് നിർമ്മിക്കുന്ന ചിത്രമാണ് ഇത്.
മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥ രചയിതാക്കളിൽ ഒരാളായ കലൂർ ഡെന്നീസിന്റെ മകനാണ് ബസൂക്കയുടെ സംവിധായകനായ ഡിനോ ഡെന്നീസ്. സിദ്ധാർത്ഥ് വർദ്ധൻ, ബാബു ആന്റണി, ഹക്കീം ഷാജഹാൻ, ഭാമ അരുൺ, ഡീൻ ഡെന്നീസ്, സുമിത് നേവൽ, ദിവ്യ പിള്ള, സ്ഫടികം ജോർജ് എന്നിവരും ബസൂക്കയിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. നിമിഷ് രവിയാണ് ഛായാഗ്രാഹകൻ. എഡിറ്റിംഗ് നിഷാദ് യൂസഫ്. പിടിക്കാനുള്ള വരവോ? ബസൂക്ക വൻ അപ്ഡേറ്റുമായി മമ്മൂട്ടി. അടുത്ത ഹിറ്റ് ലോഡിംഗ്. എതിരാളിക്ക് നേരെ തോക്കേന്തി മാസായി നിൽക്കുന്ന മമ്മൂട്ടിയെ പോസ്റ്ററിൽ കാണാം. ഒന്നിൽ തുടങ്ങി 100-ൽ അവസാനിക്കുന്ന ഗെയിം. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ബസൂക്ക അപ്ഡേറ്റുമായി നടൻ മമ്മൂട്ടി. ചിത്രത്തിന്റെ ടീസർ സംബന്ധിച്ച വിവരമാണ് നടൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ ബസൂക്ക ടീസർ പ്രേക്ഷകർക്ക് മുന്നിലെത്തും. അന്നേ ദിവസം രാവിലെ 10 മണിക്കാകും ടീസർ റിലീസ് ആണ് സംവിധാനം. അപ്ഡേറ്റ് പങ്കുവച്ച് പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. എതിരാളിക്ക് നേരെ തോക്കേന്തി മാസായി നിൽക്കുന്ന മമ്മൂട്ടിയെ പോസ്റ്ററിൽ കാണാം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ എത്തിയ മമ്മൂട്ടി പടത്തിന്റെ അപ്ഡേറ്റ് ആവേശത്തിലാണ് ആരാധകർ ഇപ്പോൾ. ദ ഗ്രേറ്റ് ഷാഡോ ഗാങ്ങിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗാങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ എങ്ങനെ തൊടാനാ? തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോൻ ബസൂക്കയിൽ ഒരു നിർണായക വേഷത്തിൽ എത്തുന്നുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ, ബാബു ആന്റണി, ഹക്കീം ഷാജഹാൻ, ഭാമ അരുൺ, ഡീൻ ഡെന്നീസ്, സുമിത് നേവൽ, ദിവ്യ പിള്ള, സ്ഫടികം ജോർജ് തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കാപ്പ, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നിവയ്ക്ക് ശേഷം തിയേറ്റർ ഓഫ് ഡ്രീംസ് നിർമ്മിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ബസൂക്കയ്ക്കുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാ രചയിതാക്കളിൽ ഒരാളായ കലൂർ ഡെന്നീസിന്റെ മകനാണ് ബസൂക്കയുടെ സംവിധായകനായ ഡിനോ ഡെന്നീസ്. ബിഗ് ബജറ്റ് ഗെയിം ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു വി എബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസും ചേർന്നാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൂരജ് കുമാർ, കോ പ്രൊഡ്യൂസർ സാഹിൽ ശർമ്മ, ഛായാഗ്രഹണം നിമിഷ് രവി, സെക്കൻഡ് യൂണിറ്റ് ക്യാമറ റോബി വർഗീസ് രാജ്, എഡിറ്റിംഗ് നിഷാദ് യൂസഫ്, സംഗീതം മിഥുൻ മുകുന്ദൻ, കലാസംവിധാനം ഷിജി പട്ടണം, വസ്ത്രാലങ്കാരം സമീറ സനീഷ്, ചീഫ് അസോസിയേറ്റ് സുജിത്, പ്രൊഡക്ഷൻ കൺട്രോളർ സഞ്ജു ജെ, PRO ശബരി എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ. എതിരാളിക്ക് നേരെ തോക്കേന്തി മാസായി നിൽക്കുന്ന മമ്മൂട്ടിയെ പോസ്റ്ററിൽ കാണാം. ഒന്നിൽ തുടങ്ങി 100-ൽ അവസാനിക്കുന്ന ഗെയിം. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ബസൂക്ക അപ്ഡേറ്റുമായി നടൻ മമ്മൂട്ടി. ചിത്രത്തിന്റെ ടീസർ സംബന്ധിച്ച വിവരമാണ് നടൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ ബസൂക്ക ടീസർ പ്രേക്ഷകർക്ക് മുന്നിലെത്തും. അന്നേ ദിവസം രാവിലെ 10 മണിക്കാകും ടീസർ റിലീസ് ചെയ്യുക. Hey buddy, get ready for the game. It's tuxedo time. ഡിനോ ഡെന്നീസ് ആണ് സംവിധാനം. അപ്ഡേറ്റ് പങ്കുവച്ച് പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. എതിരാളിക്ക് നേരെ തോക്കേന്തി മാസായി നിൽക്കുന്ന മമ്മൂട്ടിയെ പോസ്റ്ററിൽ കാണാം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ എത്തിയ മമ്മൂട്ടി പടത്തിന്റെ അപ്ഡേറ്റ് ആവേശത്തിലാണ് ആരാധകർ ഇപ്പോൾ. ദ ഗ്രേറ്റ് ഷാഡോ ഗാങ്ങിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗാങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ എങ്ങനെ തൊടാനാ? തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോൻ ബസൂക്കയിൽ ഒരു നിർണായക വേഷത്തിൽ എത്തുന്നുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ, ബാബു ആന്റണി, ഹക്കീം ഷാജഹാൻ, ഭാമ അരുൺ, ഡീൻ ഡെന്നീസ്, സുമിത് നേവൽ, ദിവ്യ പിള്ള, സ്ഫടികം ജോർജ് തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കാപ്പ, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നിവയ്ക്ക് ശേഷം തിയേറ്റർ ഓഫ് ഡ്രീംസ് നിർമ്മിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ബസൂക്കയ്ക്കുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാ രചയിതാക്കളിൽ ഒരാളായ കലൂർ ഡെന്നീസിന്റെ മകനാണ് ബസൂക്കയുടെ സംവിധായകനായ ഡിനോ ഡെന്നീസ്. ബിഗ് ബജറ്റ് ഗെയിം ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു വി എബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസും ചേർന്നാണ്.
എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൂരജ് കുമാർ, കോ പ്രൊഡ്യൂസർ സാഹിൽ ശർമ്മ, ഛായാഗ്രഹണം നിമിഷ് രവി, സെക്കൻഡ് യൂണിറ്റ് ക്യാമറ റോബി വർഗീസ് രാജ്, എഡിറ്റിംഗ് നിഷാദ് യൂസഫ്, സംഗീതം മിഥുൻ മുകുന്ദൻ, കലാസംവിധാനം ഷിജി പട്ടണം, വസ്ത്രാലങ്കാരം സമീറ സനീഷ്, ചീഫ് അസോസിയേറ്റ് സുജിത്, പ്രൊഡക്ഷൻ കൺട്രോളർ സഞ്ജു ജെ, PRO ശബരി എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ. 16 God of the world. Abraham, ഖുറേഷി. അവനെത്തി. ഖുറേഷി അബ്രഹാം. എമ്പുരാനിൽ ഞെട്ടിച്ച് മോഹൻലാൽ. തോക്കുധാരികളായ സെക്യൂരിറ്റി ഗാർഡ്സിനൊപ്പം നടന്നെടുക്കുന്ന മോഹൻലാലിനെ പോസ്റ്ററിൽ കാണാം. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം എമ്പുരാന്റെ ക്യാരക്ടർ ലുക്ക് പുറത്ത്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഖുറേഷി അബ്രഹാം എന്ന കഥാപാത്രത്തിന്റെ ലുക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. മോഹൻലാലിന്റെ പിറന്നാളിനോട് അനുബന്ധിച്ചാണ് പുതിയ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത്. തോക്കുധാരികളായ സെക്യൂരിറ്റി ഗാർഡ്സിനൊപ്പം നടന്നെടുക്കുന്ന മോഹൻലാലിനെ പോസ്റ്ററിൽ കാണാം. നിലവിൽ എമ്പുരാന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ വീഡിയോകൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിരുന്നു. ചിത്രം ഈ വർഷം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി പാൻ ഇന്ത്യൻ റിലീസായാണ് എമ്പുരാൻ റിലീസ് ചെയ്യുക. അതേസമയം മോഹൻലാലിൻ്റെതായി വരാനിരിക്കുന്ന സിനിമകളിൽ വൻ ഹൈപ്പും പ്രതീക്ഷയും അർപ്പിക്കുന്ന സിനിമയാണ് എമ്പുരാൻ. ലൂസിഫർ എന്ന ആദ്യ ഭാഗം തന്നെയാണ് അതിന് കാരണവും. ആ പ്രേക്ഷക പ്രതീക്ഷകൾ വെറുതെയാകില്ലെന്നാണ് പ്രതീക്ഷകൾ. മുരളി ഗോപിയാണ് എമ്പുരാന്റെ തിരക്കഥ ഒരുക്കുന്നത്. സുജിത് വാസുദേവാണ് ഛായാഗ്രാഹകൻ. ദീപക് ദേവാണ് സംഗീത സംവിധാനം. ഇന്ദ്രജിത്ത്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ എന്നിവർക്കൊപ്പം എമ്പുരാനിൽ പുതിയൊരു അഭിനേതാവും എത്തുന്നുണ്ട്. സുരാജ് വെഞ്ഞാറമൂട് ആണിത്. ഒപ്പം സംവിധായകൻ പൃഥ്വിരാജും പ്രധാന വേഷത്തിൽ എത്തും. ലൂസിഫറിൽ സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തെ പൃഥ്വിരാജ് അവതരിപ്പിച്ചിരുന്നു. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മോഹൻലാലിൻ്റെതായി ചിത്രീകരണം നടക്കുന്ന മറ്റൊരു സിനിമ. ശോഭനയാണ് ചിത്രത്തിലെ നായിക. ഇതുവരെ പേരിടാത്ത ഈ സിനിമയുടെ പുതിയ അപ്ഡേറ്റ് ഇന്ന് പുറത്തുവിടുമെന്ന് കഴിഞ്ഞ ദിവസം തരുൺ മൂർത്തി അറിയിച്ചിരുന്നു. വൃഷഭ, റംബാൻ തുടങ്ങിയവയാണ് അണിയറയിൽ ഒരുങ്ങുന്ന മറ്റ് സിനിമകൾ. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് ഓണം റിലീസായി തിയേറ്ററുകളിൽ എത്തും. ഒട്ടനവധി സിനിമകളാണ് മലയാളത്തിൽ ഇനി റിലീസിനൊരുങ്ങുന്നത്. പലതും ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ചിത്രങ്ങളാണ്. അക്കൂട്ടത്തിൽ ഏവരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട്, എമ്പുരാൻ. ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന്റെ 2ാം ഭാഗം എന്ന നിലയിൽ വൻ ഹൈപ്പാണ് ചിത്രത്തിനുള്ളത്. ഒപ്പം മോഹൻലാൽ ചിത്രവും. എമ്പുരാന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെ ലൂസിഫറിനെ കുറിച്ച് തിരക്കഥാകൃത്തും നടനുമായ മുരളി ഗോപി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ്. ലൂസിഫറിലെ കണ്ണുകൾ ഇലുമിനാറ്റിയുടെയൊക്കെ റിഫ്ലക്ഷനാണെന്നാണ് മുരളി ഗോപി പറഞ്ഞത്. ഫിൽമി ബീറ്റിനോടായിരുന്നു നടന്റെ പ്രതികരണം. യഥാർത്ഥ അഭിനയം നടക്കുന്നത് കണ്ണുകളിലാണ്. ആക്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രവും കണ്ണുകളാണ്. ഇന്റേണലി ഒരാൾ ഒരു കാര്യം ഫീൽ ചെയ്യുമ്പോഴാണല്ലോ പെർഫോമൻസിൽ അത് വരുന്നത്. അതാദ്യം പ്രതിഫലിക്കുന്നത് കണ്ണുകളിലായിരിക്കും. അപ്പോൾ ആ കണ്ണുകൾ പവർഫുൾ ആകുക എന്നത് ആക്ടിങ്ങിന്റെ മെയിൻ കാര്യമാണ്. പക്ഷേ ലൂസിഫറിലെ കണ്ണുകൾ എന്നത് വളരെ വ്യത്യസ്തമാണ്. കണ്ണുകൾ അതിൻ്റെ ഒരു മേജർ മോട്ടീവാണ്. അതായത് ലൂസിഫർ എന്ന തീമിൻ്റെ ഇലുമിനാറ്റിയുടെയൊക്കെ റിഫ്ലക്ഷൻ ഉള്ളൊരു സംഭവമാണ്. ലൂസിഫറിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്, അതും സ്പെസിഫിക് ആയിട്ട് എന്നാണ് മുരളി ഗോപി പറഞ്ഞത്. അതേസമയം എമ്പുരാന്റെ ഗുജറാത്ത് ഷെഡ്യൂളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് വിവരം. ഇവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ദുബായിലാകും ചിത്രീകരണം നടക്കുക. ഈ വർഷം എമ്പുരാൻ റിലീസ് ചെയ്യാൻ തീരുമാനമുണ്ടെന്നും അല്ലെങ്കിൽ 2025 ജനുവരിയിൽ ഉറപ്പായും റിലീസ് ഉണ്ടാകുമെന്നും ബിഗ് ബോസിൽ വെച്ച് മോഹൻലാൽ പറഞ്ഞിരുന്നു. മുരളി ഗോപി തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ സുജിത് വാസുദേവാണ്. ലൂസിഫറിൽ ഉണ്ടായിരുന്ന പ്രധാന താരങ്ങളെല്ലാവരും എമ്പുരാനിലും ഉണ്ടാകുമെന്നാണ് വിവരം. ഓണം പിടിക്കാനുള്ള വരവോ? ബസൂക്ക വൻ അപ്ഡേറ്റുമായി മമ്മൂട്ടി. അടുത്ത ഹിറ്റ് ലോഡിംഗ്. എതിരാളിക്ക് നേരെ തോക്കേന്തി മാസായി നിൽക്കുന്ന മമ്മൂട്ടിയെ പോസ്റ്ററിൽ കാണാം. ഒന്നിൽ തുടങ്ങി 100-ൽ അവസാനിക്കുന്ന ഗെയിം. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ബസൂക്ക അപ്ഡേറ്റുമായി നടൻ മമ്മൂട്ടി. ചിത്രത്തിന്റെ ടീസർ സംബന്ധിച്ച വിവരമാണ് നടൻ പുറത്തുവിട്ടിരിക്കുന്നത്.
ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ ബസൂക്ക ടീസർ പ്രേക്ഷകർക്ക് മുന്നിലെത്തും. അന്നേ ദിവസം രാവിലെ 10 മണിക്കാകും ടീസർ റിലീസ് ചെയ്യുക. Hey buddy. Get ready for the game. It's tuxedo time. ഡീനോ ഡെന്നിസ് ആണ് സംവിധാനം. അപ്ഡേറ്റ് പങ്കുവച്ച് പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. എതിരാളിക്ക് നേരെ തോക്കേന്തി മാസായി നിൽക്കുന്ന മമ്മൂട്ടിയെ പോസ്റ്ററിൽ കാണാം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ എത്തിയ മമ്മൂട്ടി പടത്തിന്റെ അപ്ഡേറ്റ് ആവേശത്തിലാണ് ആരാധകർ ഇപ്പോൾ. ദ ഗ്രേറ്റ് ഷാഡോ ഗാങ്ങിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗാങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ എങ്ങനെ തുടരാനാ സാർ? തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോൻ ബസൂക്കയിൽ ഒരു നിർണായക വേഷത്തിൽ എത്തുന്നുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ, ബാബു ആന്റണി, ഹക്കീം ഷാജഹാൻ, ഭാമ അരുൺ, ഡീൻ ഡെന്നിസ്, സുമിത് നേവൽ, ദിവ്യ പിള്ള, സ്ഫടികം ജോർജ് തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കാപ്പ, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നിവയ്ക്ക് ശേഷം തിയേറ്റർ ഓഫ് ഡ്രീംസ് നിർമ്മിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ബസൂക്കയ്ക്കുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാ രചയിതാക്കളിൽ ഒരാളായ കലൂർ ഡെന്നിസിന്റെ മകനാണ് ബസൂക്കയുടെ സംവിധായകനായ ഡീനോ ഡെന്നിസ്. ബിഗ് ബജറ്റ് ഗെയിം ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു വി എബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസും ചേർന്നാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൂരജ് കുമാർ, കോ പ്രൊഡ്യൂസർ സാഹിൽ ശർമ്മ, ഛായാഗ്രഹണം നിമിഷ് രവി, സെക്കൻഡ് യൂണിറ്റ് ക്യാമറ റോബി വർഗീസ് രാജ്, എഡിറ്റിംഗ് നിഷാദ് യൂസഫ്, സംഗീതം മിഥുൻ മുകുന്ദൻ, കലാസംവിധാനം ഷിജി പട്ടണം, വസ്ത്രാലങ്കാരം സമീറ സനീഷ്, ചീഫ് അസോസിയേറ്റ് സുജിത്, പ്രൊഡക്ഷൻ കൺട്രോളർ സഞ്ജു ജെ, PRO ശബരി എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ. 16 നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ക്രൈം ഡ്രാമ ബസൂക്കയുടെ ചിത്രീകരണം മമ്മൂട്ടി ആരംഭിച്ചു. സരേഗാമ ഇന്ത്യൻ ലിമിറ്റഡിന്റെ ഫിലിം സ്റ്റുഡിയോ വിഭാഗമായ യൂഡ്ലി ഫിലിംസാണ് ബസൂക്ക നിർമ്മിക്കുന്നത്.